നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇറാനിലെ പ്രക്ഷോഭം 2 ആഴ്ച പിന്നിടുമ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഖമേനിയും കുടുംബവും എവിടെയെന്നാണ്. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടത്തിൽ കൂടെയാണ് ആയത്തുള്ള അൽ ഖമേനി കടന്നു പോകുന്നത്. പതിറ്റാണ്ടുകളോളം ഇറാനെ അടക്കി ഭരിച്ച ചക്രവർത്തിക്ക് ഏറ്റവും വലിയ ദുരന്തകാലം. പൗരന്മാർ ഒന്നടങ്കം പ്രക്ഷോഭത്തിലാണ്. 31 പ്രൊവിൻസുകളിലേക്കും പ്രക്ഷോഭം ബാധിച്ചു. ഇറാനിലെ സുപ്രീം ലീഡറായ ആയത്തുള്ള അൽ ഖമേനിയുടെ ചിത്രങ്ങൾ തെരുവോരങ്ങളിൽ കത്തുന്നു. എന്തിന് പള്ളികൾ പോലും തീവയ്ക്കപ്പെടുന്നു. ഇതിനു പുറമെയാണ് അമേരിക്കയും പാശ്ചാത്യ ലോകവും ഇറാനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ആയത്തുള്ള അൽ ഖമേനിക്ക് ഇറാഖ് പ്രസിഡൻ്റായിരുന്ന സദ്ദാം ഹുസൈൻ്റെ അതേ അന്ത്യവിധി തന്നെയാണോ എന്നാണ് ഇനി അറിയേണ്ടത്. രാജ്യം മുഴുവൻ കത്തുമ്പോൾ രാജ്യത്തിൻ്റെ തലവൻ സ്വന്തം കുടുംബവുമായി രക്ഷപ്പെട്ടോ എന്നാണ് ലോകം ആരായുന്നത്. ഇറാനിൽ ഇപ്പോൾ നടക്കുന്നത് കേവലം പ്രതിഷേധമല്ല, മറിച്ച് കാലങ്ങളായി ഒരു ജനതയെ അടിച്ചമർത്തി ഭരിക്കുന്ന ഒരു ഭരണാധികാരിക്ക് നേരെ നടത്തുന്ന ജീവൻ മരണ പോരാട്ടമാണ്. രാജ്യവ്യാപകമായ ഇൻ്റർനെറ്റ് നിയന്ത്രണങ്ങളും അതോടൊപ്പം തന്നെ മാധ്യമ വിലക്കും ഉള്ള ഇറാനിൽ എന്ത് നടക്കുന്നു എന്ന ഉള്ള ചിത്രം ലോകത്തിന് ലഭ്യമല്ല. ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ പരമാധികാരി എന്ന നിലയിൽ തൻ്റെ സ്വകാര്യ ജീവിതം കടുത്ത രഹസ്യ സ്വഭാവത്തോടെയാണ് ഖൊമേനി സൂക്ഷിക്കുന്നത്. 6 മക്കളാണ് അദ്ദേഹത്തിനുള്ളത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയൻ മൂത്ത മകനായ മുസ്തഫ ഖമേനിയാണ്. അച്ഛൻ്റെ പിൻഗാമിയായി അധികാരമേറ്റെടുക്കും എന്ന അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. ഇറാനിലെ ഈ രാഷ്ട്രീയ സ്ഥിതിഗതികൾ അതിഗുരുതരമായ രീതിയിൽ പോകുമ്പോൾ അദ്ദേഹത്തിന് ഇനി എന്ത് സംഭവിക്കുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. മുസ്തഫ, മുസാഫി, ഫരീദ, ഖദീജ, സഖാഫി, അങ്ങനെ പോകുന്നു മറ്റു മക്കൾ. ആയത്തുള്ള അൽ ഖമേനിയുടെ ആൺമക്കൾ 3 പേരും ഇറാനിലെ മതപരമായ പദവികൾ വഹിക്കുന്ന ഇറാനിലെ ഇസ്ലാമിക നിയമങ്ങളിൽ വളരെ വലിയ പാണ്ഡിത്യമുള്ളവരാണ്. സാധാരണക്കാരായ പൗരന്മാരിൽ നിന്ന് വളരെ വ്യത്യസ്തമായി സുരക്ഷിതമായ ഇടങ്ങളിലാണ് ഇവർ കഴിയുന്നത്. എന്നാൽ പ്രക്ഷോഭം അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഇനി എന്തായിരിക്കും ഇവരുടെ അവസ്ഥ എന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ആൺമക്കൾ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ വളരെ സജീവമാണ്. എന്നാൽ പെൺമക്കൾ പൊതുവേദികളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുകയാണ്. അവരുടെ വ്യക്തിജീവിതത്തെക്കുറിച്ചോ പ്രവർത്തനങ്ങളെക്കുറിച്ചോ കാര്യമായ വിവരങ്ങൾ ഒന്നും തന്നെയില്ല. കടുത്ത യാഥാസ്ഥിതികമായ രീതിയിലാണ് ഇവർ ജീവിക്കുന്നത്. ഇവർ പൊതുരംഗത്തേക്ക് വരുന്നത് അധികം ആരും പ്രോത്സാഹിപ്പിക്കാറില്ല, അതിന് അനുവാദം കൊടുക്കാറില്ല. സ്ത്രീകൾ പൊതുരംഗത്ത് വരുന്നത് അത്ര നല്ല കാര്യമല്ല എന്നതാണ് ഇറാൻ്റെ മുല്ലാ ഭരണത്തിൻ്റെ വിശ്വാസം. എന്നാൽ ആയത്തുള്ള അൽ ഖമേനിയുടെ കുടുംബത്തിലെല്ലാവരും അദ്ദേഹത്തെ അന്ധമായി പിന്തുണയ്ക്കുന്നവരല്ല. മെഹ്മൂദ് മുറാദ് ഖാനി അഥവാ ആയത്തുള്ള അൽ ഖമേനിയുടെ അനന്തരവൻ ഇപ്പോൾ പാരീസിലാണ്. ഇദ്ദേഹം ആയത്തുള്ള അൽ ഖമേനിയുടെ ഏറ്റവും വലിയ എതിരാളിയായിട്ടാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ സഹോദരിയും ഇദ്ദേഹത്തിൻ്റെ നിലപാടിനോട് കടുത്ത എതിർപ്പുള്ള ആളായിരുന്നു. 2015 ജൂണിൽ ആക്രമണമുണ്ടായപ്പോൾ രഹസ്യ ബങ്കറിലേക്കായിരുന്നു ഇറാൻ ഭരണാധികാരി അന്ന് മാറിയത്. അന്ന് മൂത്ത മകനും മറ്റൊരു കുടുംബവും മാത്രമായിരുന്നു ഇദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നത്. എന്നാൽ 2 ആൺമക്കൾ മറ്റ് എവിടെയോ ആയിരുന്നു. കഴിഞ്ഞ ജൂണിൽ ഇസ്രായേൽ ആക്രമിച്ചപ്പോഴും ആയത്തുള്ള അൽ ഖമേനി ബങ്കറിലേക്കാണ് മാറിയത്. വിദേശ ആക്രമണം എന്ന ഭീഷണി നേരിടുമ്പോൾ തന്നെ മുൻകൂട്ടി തയ്യാറാക്കിയ അതിസുരക്ഷിതമായ ഇടങ്ങളിലേക്കായിരിക്കും ഇറാൻ്റെയും ഇറാഖിൻ്റെയും ഒക്കെ ഭരണാധികാരികൾ മാറുന്നത്. ഓർമ്മയുണ്ടാകും, സദ്ദാം ഹുസൈനെ പിടിക്കുന്നതും ഇത്തരം ബങ്കറുകളിൽ നിന്നാണ്. ആയത്തുള്ള അൽ ഖമേനിയെ സംബന്ധിച്ചിടത്തോളം റഷ്യയിലേക്ക് മാറാനുള്ള പദ്ധതിയുണ്ട് എന്ന് അറിയുന്നു. അധികാരം നിലനിർത്താൻ പരമാവധി ശക്തി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇറാനിയൻ ഭരണകൂടം. ആയിരക്കണക്കിന് ആൾക്കാരാണ് ചുട്ടരിക്കപ്പെട്ടത്. ഇതൊന്നും തന്നെ പുറത്തറിഞ്ഞിട്ടില്ല. എന്നാൽ പ്രക്ഷോഭം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ അമേരിക്ക പോലുള്ള വൻ ശക്തികളും ഇറാനെതിരെ നിലകൊള്ളുമ്പോൾ ഇനി ഇറാൻ്റെ ഭാവി എന്തു തന്നെയെന്ന് കണ്ടു തന്നെ അറിയണം. 1979 വരെ ഇറാൻ വലിയ സ്വാതന്ത്ര്യം അനുഭവിച്ച രാജ്യമായിരുന്നു. വളരെ വലിയ ഒരു ഫാഷൻ ക്യാപിറ്റൽ, ഏഷ്യയുടെ ഒരു വലിയ ഫാഷൻ ക്യാപിറ്റൽ തന്നെയായിരുന്നു ഇറാനിൽ ഖൊമേനിയൻ ഭരണകൂടം ആരംഭിക്കുമ്പോൾ തന്നെ ഈ സ്വാതന്ത്ര്യമെല്ലാം പൂട്ടി പെട്ടിയിലാക്കി. മുല്ലമാരുടെ ഭരണം ആരംഭിക്കുമ്പോൾ തന്നെ ഈ സ്വാതന്ത്ര്യങ്ങളെല്ലാം നിലച്ചു. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തിക്കൊണ്ടായിരുന്നു പിന്നീടുള്ള പതിറ്റാണ്ടുകൾ ഇറാൻ ഭരിച്ചത്. കാലങ്ങളായുള്ള ഈ അടിമത്തത്തിനെതിരെയാണ് ഇപ്പോൾ ഇറാനിയൻ ജനതയുടെ പോരാട്ടം. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എല്ലാ ഏകാധിപതികളുടെയും പതനം എപ്പോഴും ബംഗറിലായിരിക്കണം എന്നതായിരിക്കും ചരിത്ര നിയോഗം. അല്ലെങ്കിൽ ആക്രമണങ്ങൾക്കിടയിൽ കൊല്ലപ്പെടുന്നതുമാകാം. ഇനി റഷ്യയിലേക്ക് രക്ഷപ്പെടാൻ ഖൊമേനിക്ക് സാധിച്ചാൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റും. എന്നാൽ ഇസ്ലാമിക ഭരണത്തിൻ്റെ അന്ത്യമായിരിക്കും അത്.
ഇന്ന് ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരും ഇറാനിലെ തെരുവീഥികളിൽ വീഴുന്ന ചോരയെക്കുറിച്ചല്ല അന്വേഷിക്കുന്നത്. ആയത്തുള്ള അൽ ഖൊമേനിയും കുടുംബവും എവിടെ എന്ന ചോദ്യം മുഴങ്ങിക്കേട്ടുകൊണ്ടേയിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.